നമസ്കാരം, സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എസ്തെറ്റിക്സ് ആൻഡ് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ കൂടുതലും ആൾക്കാർ ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയം മുതൽ ഇപ്പോൾ വരെ ഒരേ ട്രെൻഡിൽ പോകുന്നത് ഡോക്ടറെ ഗ്ലൂട്ടത്തയോൺ ഉണ്ടോ, ഡോക്ടറെ വെളുക്കണം, എന്ത് ചെയ്യാം വെളുക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇനീഷ്യലി വെളുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് പകരം ഇപ്പോൾ ഡോക്ടറിന് ഗ്ലൂട്ടത്തോൺ ചെയ്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഗ്ലൂട്ടത്തോൺ വേണം എന്നുള്ള ക്വസ്റ്റ്യൻസായി. ആ ഒരു ട്രെൻഡ് ഒന്ന് മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടത്തോൺ എടുത്തു കഴിഞ്ഞാൽ വെളുക്കുമോ? എന്താണ് ഈ ഗ്ലൂട്ടത്തോൺ? ഗ്ലൂട്ടത്തോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മദർ ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും, യൂത്ത്ഫുൾ ആകും, അതുപോലെ ബോഡി ഡീറ്റോക്സ് ആകും. ഇനീഷ്യലി ഗ്ലൂട്ടത്തോൺ ഒരു റിസർച്ച് മോളിക്യൂൾ ആയിരുന്ന സമയത്ത് കുറച്ച് അധികം ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ സിക്ക് ആൻഡ് ഡെബിലിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുത്തിരുന്ന ഒരു ഡ്രഗാണ്, അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ക്ലിനിഷ്യൻസ് നോക്കിയപ്പോൾ അവരുടെ മുഖം വെളുക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ സ്കിൻ ലൈറ്റനിങ് ഗ്ലൂട്ടത്തോണിൻ്റെ റിപ്പോർട്ട് ചെയ്യുകയും ഇന്ന് ലോകം മുഴുവൻ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തോൺ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്ത് വരികയും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും ഗ്ലൂട്ടത്തോൺ എടുക്കുന്ന എല്ലാവർക്കും ആ റിസൾട്ട്സ് കിട്ടും എന്നുള്ളതല്ല. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലേ, പ്രഗ്നൻസി ടൈമിലൊക്കെ കഴിക്കുന്നവരുണ്ട്. ഇത്ര വർഷത്തോളം കഴിച്ചതുകൊണ്ട് ഒരു 600 മീറ്റർ 2 മിനിറ്റിൽ ഓടി തീർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 100 കിലോൻ്റെ ഒരു ബൈസെപ്സ് പുള്ളോ പുഷോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, അങ്ങനെ ഒരു ഇതുണ്ടോ? ഇല്ല. ആക്ച്വലി അത് നോർമൽ കേസസിൽ അത് പോസിബിൾ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ വേണ്ടേ. അതുപോലെ തന്നെയാണ് ഇതും. ഗ്ലൂട്ടത്തോൺ ആസ് സച്ച് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ പ്രാക്ടീസിൽ. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഈ പറഞ്ഞ സ്കിൻ ലൈറ്റനിങ് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മളൊരു 100 പേരെ കാണുന്നു. ആ 100 പേരുടെയും സ്കിൻ കൺസേൺ 100 ആയിരിക്കും. ചില ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ ആയിരിക്കാം, ചില ആൾക്കാർക്ക് സ്കിന്നിൽ വരുന്ന ഡാമേജ്, സൺ ഡാമേജ്, അതല്ലെങ്കിൽ ആക്നെ ആവാം, റിങ്കിൾസ് ആവാം, ഫൈൻ ലൈൻസ് ആവാം, ഏജിങ് പ്രോസസ്സ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തതാവാം, അങ്ങനെ എന്തുവാകാം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഗ്ലൂട്ടത്തോൺ വർക്ക് ചെയ്യുമോ? നോ. സിൻസിയർലി ഓണസ്റ്റ്ലി ഞാൻ പറയുവാണ്, ദ ആൻസർ ഇസ് നോ. വൈ? ബിക്കോസ് ഒരു അണ്ടർലൈൻ കണ്ടീഷൻ ഉണ്ടാവും. അതായിരിക്കും ഈ പിഗ്മെൻറ്റേഷനും ആക്നെയും ഒക്കെ ഉണ്ടാക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ടത്തോൺ എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസിന് സ്കിൻ ലൈറ്റനിങ്ങിനോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് സ്കിൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാരുടെ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്നുള്ളതൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ബിഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ആയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് റഫ്ലി ഗ്ലൂട്ടത്തോൺ കൊണ്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ ഫ്രീക്വൻ്റ്ലി എനിക്ക് എൻക്വയറി വരുന്നത്, ഡോക്ടറെ എത്രയാണ് ഡോസ് എടുക്കുന്നത് ഗ്ലൂട്ടത്തോണിൻ്റെ? അപ്പോൾ നമ്മൾ ഒരു സേഫ് ഡോസ് അല്ലെങ്കിൽ ഒരു മിനിമൽ ഡോസാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പേഷ്യൻസിന് കൊടുക്കാറ്. ഡോസ് കൂടിയത് കൊണ്ട് റിസൾട്ട്സ് കൂടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ US FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്, അതിനൊരു ഡെയിലി റെക്കമെൻഡഡ് ഡോസും ഉണ്ട്. ആ ഡോസിന് പുറമേ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വെളുക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഇല്ല. ആൻഡ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ചില ആൾക്കാർ വിചാരിക്കും ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വെളുക്കും, പിന്നെ വേറെ ഒരു കാര്യത്തിനും വേണ്ടി നമ്മളെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. നോ. നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് പല്ല് തേക്കത്തില്ലേ, അതൊരു മോർണിംഗ് റുട്ടീൻ. അതുപോലെ സ്കിന്നിന് ഒരു സ്കിൻ കെയർ റുട്ടീൻ വേണം. അതിപ്പോൾ ഗ്ലൂട്ടത്തോൺ എടുക്കുന്നവരായാലും എടുക്കാൻ പോകുന്നവരായാലും എടുത്ത് കഴിഞ്ഞവരായാലും ഏതൊരു ഇൻഡിവിജ്വലും അവരുടെ സ്കിൻ നന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ്. ലൈക്ക് ഒരു മൈൽഡ് ക്ലെൻസർ 2 നേരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സെറം,
പിന്നെ ഒരു പെപ്റ്റൈഡ്സ് ആൻഡ് സെറമൈഡ്സ് ഉള്ളൊരു മോയ്സ്ചറൈസർ വിച്ച് ഇസ് വെരി ലൈറ്റ് വെയ്റ്റ്, ആൻഡ് ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ, ഒരു വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡോ ആയിട്ടുള്ള അത് ഒരു SPF 30 to 50 ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അത് മാത്രം മതിയാവും മോസ്റ്റ് ഓഫ് ദ ടൈംസ്. പിന്നെ ചോയ്സ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് സ്കിൻ കെയർ റുട്ടീനിലുള്ളതെങ്കിലും ഒരു ആക്നെ പ്രോൺ സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കോ സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കില്ല. സോ അതിൻ്റെ ബേസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു കണ്ടൻറ്റിനകത്തൊരു ഡിഫറെൻ്റ് ആയിട്ട് കാണാറുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ഉള്ളൊരു ഡൗട്ടാണ് ഗ്ലൂട്ടത്തോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആണോ, എത്ര നാൾ നിൽക്കും, ഏത് ഫോമുലേഷനാണ് നല്ലത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഓറൽ ഫോമുലേഷൻ അല്ലെങ്കിൽ ടാബ്ലറ്റ്, എഫോവസൻ ടാബ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, സ്പ്രേ ഫോമുലേഷൻസ് ഉണ്ട്, അതുപോലെ IV ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റിസൾട്ട്സ് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ച്വലി IV ഇഞ്ചെക്ഷൻ ഫോമുലേഷൻ തന്നെയാണ്. അത് കമ്പാരിറ്റീവ്ലി ടാബ്ലറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, ബട്ട് റിസൾട്ട്സ് ആർ ഗുഡ്. അതുപോലെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഇഞ്ചെക്ഷൻ ഓൺ ആൻഡ് ഓഫായിട്ട് നമ്മൾ ഓറൽ സപ്ലിമെൻറ്റ്സും കൂടെ ക്ലബ് ചെയ്തായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് കൊടുക്കാറ്. അതും ഒരു ഓവർ ഡോസേജ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഒരു ആമ്പിളായിട്ടുള്ള ഒരു മൈൽഡ് ഡോസേജ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഇടയായിട്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന കുറച്ചധികം ഗ്ലൂട്ടത്തോൺ വൈറ്റമിൻ C സപ്ലിമെൻറ്റ്സ് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C ശരിക്കും പറഞ്ഞാൽ സ്കിൻ ലൈറ്റനിങ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യും, അതൊക്കെ സത്യമാണ്. പക്ഷേ അതിനൊരു ഡെയിലി റെക്കമെൻഡഡ് ഡോസേജ് ഉണ്ട്. ആ ഒരു ഡോസേജ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ലൈക്ക് 70 to 90 milligram per day ആണ്. അതിന് മേളിലോട്ട് വൈറ്റമിൻ C ഒരു ദിവസം വേണ്ട. പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്ന കുറേ പ്രോഡക്ട്സ് ചിലപ്പോൾ 500 milligram ആയിരിക്കും, 1000 milligram ഫോമുലേഷൻസ് കാണും. ഈ കുട്ടികൾ ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി 2ഉം 3ഉം ഒക്കെ വെച്ചാണ് കഴിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിസിറ്റിന്ന് മാത്രമല്ല, നമ്മുടെ കിഡ്നീസിന് ലോഡ് കൂടുകയും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺസും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുകയും ചെയ്യും. സോ ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഈ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ളൊരു പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എനിക്ക് സന്തോഷമുള്ള കാര്യം, ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഈ സൺസ്ക്രീനിൻ്റെ SPF എത്രയാ എന്നിങ്ങനെ ചോദിക്കുന്ന ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അത്രത്തോളം ഒരു ചെറിയ ഏജിൽ തന്നെ സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ വെളുത്തു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കത് ഓക്കെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മോസ്റ്റ്ലി ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഒരു വിക്റ്റിം ആവുന്ന ഈ വൈറ്റമിൻ C ആവശ്യമില്ലാതെ എല്ലാവരും യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അതിൻ്റെ സെറം ഫോമുലേഷൻസ് ആവട്ടെ, ടാബ്ലറ്റിൻ്റെ ഫോമുലേഷൻസ് ആവട്ടെ, മോസ്റ്റ് ഓഫ് ദ ടൈംസ് ലൈക്ക് ഇന്ത്യൻ സ്കിൻ എന്ന് ഞാൻ സ്പെഷ്യലി പറയുന്നു, ബട്ട് സ്റ്റിൽ ഒരു സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ ആ സ്കിൻ ഒരിക്കലും വൈറ്റമിൻ C എടുക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു മൈൽഡ് ഇറിറ്റേഷനും അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്സും വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ കഴിയുന്നതും നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു റെജിമെൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾക്കത് കിട്ടും. ഒരു പെർഫെക്റ്റ് റുട്ടീൻ ആയിരിക്കും അത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഓയിലി സ്കിന്നിന് ആപ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 പേർക്ക് കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് ഓക്കെ ആവാതെ വരും. അതും ഹാപ്പൻ ചെയ്യും. അങ്ങനെയാണെങ്കിലും ഇഫ് യു ആർ വിത്ത് എ ഡോക്ടർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ഒരു പ്രോപ്പർ റുട്ടീനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് എൻക്വയറി ഉള്ള കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ആസ് സച്ച് നല്ല ഡ്യൂയി ഗ്ലാസി ആയിട്ട് തോന്നും. ഒരിക്കലും നമുക്ക് കൊറിയക്കാരുടെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഉണ്ടാവുകയില്ല. സോ ഈ ഗ്ലൂട്ടത്തോൺ, കൊറിയൻ ഗ്ലാസ് സ്കിൻ അങ്ങനെയുള്ള ഫാൻസി കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നതിന് പകരം ഒരു പ്രോപ്പർ റുട്ടീൻ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ
ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഗ്ലൂട്ടത്തോൺ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.